സന്തോഷത്തോടെ നടന്നു കയറി പോകുന്നതാണ്. അത് ഞങ്ങൾക്ക് ഞാനൊരു ഡിപ്രഷനിലേക്ക് പോയത്. ഡോക്ടർ ആവാനായിരുന്നു അവർക്ക് ആഗ്രഹം? തീർച്ചയായിട്ടും അവർ ഡോക്ടറെ അസിസ്റ്റ് ചെയ്യുന്നെങ്കിലും നല്ല മെയിൻ ഇവള് മിടുക്കി മോളായിരുന്നു. ആശുപത്രി കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്തപ്പം ഇയാൾ പെട്ടെന്ന് അൺകോൺഷ്യസ് ആയി. ഇന്നെങ്ങും QR കോഡുകളാണ്. പക്ഷേ ഈ QR സ്കാൻ ചെയ്താൽ ഒരു തേങ്ങലും നൊമ്പരവുമാണ് കിട്ടുക. ഉറ്റവരെ വിട്ട് എങ്ങോ മറഞ്ഞവളുടെ ഓർമ്മകളാണ്. ഒരുപാട് കാര്യങ്ങൾ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഓരോ വർഷവും അവൾക്ക് ആ പുതിയ ഇത് സ്കാൻ QR കോഡിൽ കൊടുക്കുമ്പം പുതുക്കി കൊടുക്കുമ്പോൾ അത് അയാളെ പിന്നെ ഞങ്ങൾക്ക് ചേർത്ത് നിർത്താം. നമുക്ക് അങ്ങനെ അയാളെ കാണാമല്ലോ. ഒരുപാട് സുഹൃത്തുക്കളുള്ള ആളാണ്. സുഹൃത്തുക്കൾക്ക് ഞങ്ങൾക്കും എല്ലാം അതൊരു സംതൃപ്തി ആയിക്കോട്ടെ. ആ QR കോഡിലുള്ള അവള് പിന്നെ ഞങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും അല്ലേ? അയാള് CPT എന്ന് പറഞ്ഞൊരു കോഴ്സ്, അത് കാർഡിയാക് പെർഫ്യൂഷൻ ടെക്നോളജി, അതായത് ഹാർട്ടിന്റെ സ്പെഷ്യൽ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഫൈനൽ എക്സാം ആയത് ഭയങ്കര ഇച്ചിരി ടഫായിരുന്നു. അത് ഇയാൾക്ക് പുറത്തു പോകണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ആളായിരുന്നു. അപ്പോൾ ഇയാൾ സ്ട്രെയിൻ എടുത്ത് ഇയാൾ ഒരു 15-20 ദിവസത്തോളം ഉറക്കം ഒഴിഞ്ഞ് ഇയാൾ പഠിച്ചപ്പോൾ അത് അന്നേ പറഞ്ഞത് എക്സാമിൻ്റെ സമയത്ത് പറയുന്നത് തലവേദന എടുക്കുന്നെന്ന്. അങ്ങനെ ഇയാളെ അത് ബ്രെയിനിൽ എഫക്റ്റ് ചെയ്തേ ആയിരിക്കുമെന്നാണ് ഞങ്ങളുടെ, അല്ലാതെ ഒരു അസുഖമില്ല. ഡോക്ടർ കണ്ടുപിടിച്ചിട്ടുമില്ല. 1 ലക്ഷക്കണക്കിന് രൂപയുടെ ടെസ്റ്റ് ചെയ്തിട്ട് പോലും ഇയാൾക്ക് ഇന്ന അസുഖം എന്ന് കണ്ടുപിടിച്ചില്ല. തലവേദന മാത്രം വന്ന് പെട്ടെന്ന് ഈ ബ്രെയിനിൽ അത് എഫക്റ്റ് ആയി. അങ്ങനെയാണ് അയാൾ അൺകോൺഷ്യസ് ആയി. ആശുപത്രി കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്തപ്പം ഇയാൾ പെട്ടെന്ന് അൺകോൺഷ്യസ് ആയി. പിന്നെ കിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം അവർ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഈ ലോകത്ത് എന്ത് ടെസ്റ്റ് ഉണ്ടോ അതെല്ലാം ചെയ്തിട്ടും അയാൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഡോക്ടർ പറഞ്ഞു രോഗം ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഒന്നും പറ്റിയില്ല. പിന്നെ ഇയാൾ ആ മരുന്നിൻ്റെ എല്ലാം കൊണ്ട് കാർഡിയാക് അറസ്റ്റ് വന്നു. അങ്ങനെയാണ് ഞങ്ങളിൽ നിന്നും മാറ്റപ്പെട്ടു പോയത്. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തകരേണ്ടതാണ്. കാര്യം ഒരു അമ്മക്കളില്ലാതെ മോനെ പോലെ ഞങ്ങളെ വളർത്തിയതാ. പക്ഷെ അയാൾ ഇങ്ങനെ പോയപ്പം അയാളിലൂടെ ഈ നന്മ പ്രവർത്തികളെല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടും ഇയാളെ ഇങ്ങനെ അനേകർ ഓർക്കുന്നു. അയാളെ ഓരോ ദിവസവും പുതുക്കിയ ഒരു ഇതിൽ വരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും ഇയാളെ മറക്കാനോ ഞങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുക എന്നുള്ള അനുഭവമാണ് ഞങ്ങൾക്ക്. ഒരുപാട് ആൾക്കാർ ഇവിടെ കാണാൻ വേണ്ടി തീർച്ചയായിട്ടും ഇവിടെ ഈ പള്ളിയിൽ എന്തെങ്കിലും ഫംഗ്ഷനോ പരിപാടിയോ വന്നാൽ ഈ കല്ലറ വന്ന ആളുകൾ വന്ന് എല്ലാവരും വന്ന് നോക്കി അവക്കൊരു പൂവെങ്കിലും കൊണ്ട് വെക്കാതെ ഒരിക്കലും പോകത്തില്ല. നോർമലി ഒരു ചെറിയ പനി വന്ന് പോകുന്ന ആളിങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ആശുപത്രി കൊണ്ട് തിരിച്ചു വരുന്ന പെട്ടിയില്ല അല്ലേ? തീർച്ചയായിട്ടും സന്തോഷത്തോടെ നടന്നു കയറി പോകുന്നതാണ്. അത് ഞങ്ങൾക്ക് ഞാനൊരു ഡിപ്രഷനിലേക്ക് പോയതാണ്. പക്ഷേ ഈ ദൈവത്തിന്റെ സ്നേഹവും മറ്റു കുഞ്ഞുങ്ങൾ ഇവിടെ ഫ്രണ്ട്സ് വന്ന് എനിക്ക് ഇപ്പോഴും വരും. ഫ്രണ്ട്സ് ഒരാഴ്ച അവരുടെ കൂടെയുള്ള കുഞ്ഞുങ്ങൾക്ക് ജോലിയായി അവർ വരും നമ്മളെ കാണാൻ. ഇതുപോലെ വരുമ്പോൾ ആ വിഷമം ഒത്തിരി മാറും. കാരണം അവളെ പോലെ കുഞ്ഞുങ്ങൾ സുഹൃത്തുക്കളുണ്ട് ഒത്തിരി. നിലവിൽ ഞങ്ങൾ കുഞ്ഞിൻ്റെ 1 വർഷം പൂർത്തിയായപ്പോൾ ഞങ്ങൾ നിർദ്ധരായ 4-5 കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാനായിട്ട് വസ്തു കൊടുത്ത്, അത് ലൈഫിൻ്റെ വീട് അവർക്ക് വേണ്ടി ഞങ്ങളോട് ഹെൽപ്പ് ചെയ്ത് അവർക്ക് വീട് ഇത് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നിർദ്ധന കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിന് ഇതില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയും അവളുടെ വിവാഹം ഞങ്ങളുടെ സ്വപ്നമായിരുന്നല്ലോ, അത് ഞങ്ങൾക്ക് നടക്കാതെ പോയ സ്വപ്നമായതുകൊണ്ട് അങ്ങനെയും നിർദ്ധരായ കുഞ്ഞുങ്ങൾക്ക് വിവാഹത്തിൻ്റെ ആവശ്യത്തിന് ഞങ്ങൾ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യും എന്നുള്ളതാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ പ്രാവർത്തികമാക്കണം ആഗ്രഹമുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും അഖിലെ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളവരുടെ സ്വപ്നമായിരുന്നു. അവളുടെ ചെറിയ പപ്പ കൊടുക്കുന്ന ചെറിയ തുക കൊണ്ട് അവൾ കുറച്ച് അത് ഒരു കൂട്ടി വെച്ചിട്ട് അവൾ സഹായിച്ചിട്ടുമുണ്ട്. മറ്റുള്ളവരോട് കരുണയും എല്ലാം ഉള്ള കുഞ്ഞായിരുന്നു അവള്. മരിച്ചിട്ടും മധുരം തുടങ്ങുന്ന ഒരു കാഴ്ച ദാണ്ട് ഇവിടെ കാണാൻ പറ്റി. കുട്ടികളൊക്കെ സുഹൃത്തുക്കളൊക്കെ ആയിരിക്കാം ഈ മിഠായികളൊക്കെ കൊണ്ട് വയ്ക്കുന്നത്. അവളുടെ സുഹൃത്തുക്കളുടെ ജന്മദിനം വരുമ്പോഴും ഇവളുടെ ജന്മദിനം വരുമ്പോഴും ഇവളുടെ എന്തെങ്കിലും പ്രാധാന്യമുള്ള ദിവസം വരുമ്പോഴും കുഞ്ഞുങ്ങൾ കല്ലറയിൽ വന്ന് എല്ലാം എഴുതി ഒട്ടിച്ച്, ഇവിടെ എല്ലാം പേപ്പറുകൾ എഴുതി ഒട്ടിച്ച് മുട്ടായും കൊണ്ടുവച്ച് പൂക്കളും കൊണ്ടുവച്ചിട്ട് പോകും അവർ. ഞങ്ങൾ ഓരോ ഞായറാഴ്ച ഇങ്ങനെ വരുമ്പം അത് ഞങ്ങൾ കാണുന്ന പതിവ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമാണ്. കാരണം ഇയാൾ ഇന്നും എല്ലാവരിലൂടെ ജീവിക്കുന്നല്ലോ എന്നുള്ളവർക്ക് ഞങ്ങൾക്ക് സന്തോഷമാണ്. കാരണം ഇയാൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടെങ്കിലും ഇയാളെ ഓർമ്മകളും മറ്റുള്ള സുഹൃത്തുക്കൾ കുഞ്ഞുങ്ങളെല്ലാം വന്ന് ഇവളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കതൊരു വലിയ
ഇതാ ഞങ്ങൾ പിന്നെ അവളെ കാണണമെന്ന് തോന്നുന്നു ഞങ്ങൾ ഓടി വരും ഇവിടെ. ഈ ലോകത്തിൽ തന്നെ എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു വിചിത്രമായ കാഴ്ച, അതായത് ഒരു കല്ലറയിൽ QR കോഡ് സ്ഥാപിച്ച് ഒരു മകളുടെ സ്മരണ അത് പുതുക്കി അതിലൂടെ ജീവിക്കുന്നു അമ്മ. മകളുടെ ഈ വേർപാടിലുള്ള ദുഃഖം അങ്ങനെ മറക്കുന്നു. അയാളുടെ ഒരു വെറൈറ്റി ആയിട്ട് ഫോട്ടോസ് എടുക്കാൻ അയാൾ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. അയാളിങ്ങനെ എവിടെ പോയാലും തന്നെ ഇത് ഞങ്ങളുടെ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഇങ്ങനെ എടുപ്പിക്കുന്നതാ. ഇതെങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ അയാൾ ഒരു ഫോട്ടോ പ്രേമിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങള് അയാൾ എടുക്കത്തപ്പം പിന്നെ ഇപ്പൊ ഇങ്ങനെ അയാളില്ലാത്ത സാന്നിധ്യത്തിൽ ഞങ്ങൾ ഇങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചതാ. ചുരുക്കം പറയാം, ഈ റൂമിൽ ആരും കേറത്തില്ല. ഈ റൂമില് അവളുടെ ഫ്രണ്ട്സ് വന്നിരിക്കും. ഇനി ഒത്തിരി ഫ്രണ്ട്സ് അയാള് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 10th വരെ ഒരു ബദനി ഇവിടെ ഒരു മഠത്തിലെ സ്കൂളിലായിരുന്നു പഠിച്ചത്. അവിടെ ആ ഫ്രണ്ട്സ് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് അവർ വരുമ്പോൾ വന്നിരിക്കും. കുഞ്ഞുങ്ങളെല്ലാം വരും, അവരുടെ വെക്കേഷന് വരും. അത് കഴിഞ്ഞിട്ട് +1 +2 അവൾ കൊട്ടാരക്കര ഗ്രിഗോറിയോസിലാണ് പഠിച്ചത്. അവിടെയും കുറേ കുട്ടികളുണ്ടായിരുന്നു, അവരും ഇങ്ങനെ വരും. പിന്നെ അയാള് ഇത് ഫോട്ടോ ഇത് അയാളുടെ ഒരു വർഷം പൂർത്തിയായപ്പം ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു തെർമോക്കോളിനകത്തൊരു പിക്ചർ ഉണ്ടാക്കി അവിടെ കല്ലറ കൊണ്ടുവച്ചിരുന്നതാണ്. അപ്പൊ എല്ലാവരുടെ മനസ്സിൽ അവള് ചിരിക്കുന്ന മുഖം തന്നെയല്ലേ? തീർച്ചയായും ഏതായാലും അങ്ങനെ അയാള് ഡോക്ടർ ആവാനായിരുന്നു അവൾക്ക് ആഗ്രഹം. തീർച്ചയായിട്ടും അവര് ഡോക്ടറെ അസിസ്റ്റ് ചെയ്യുന്നെങ്കിലും നല്ല മെയിൻ ഇവള് മിടുക്കി മോളായിരുന്നു. സ്റ്റെതസ്കോപ്പ് കെട്ടി നിൽക്കുന്നല്ലേ അയാള് ഡോക്ടറോട് അസിസ്റ്റ് ചെയ്യുമ്പം എക്സ്ക്യൂസ് പറഞ്ഞ് മെയിൻ സർജറിക്ക് കയറിയിട്ട് ഇത് കേട്ടിട്ട് ക്ലാസ് എടുത്ത് മറ്റു കുട്ടികളെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അവള് മിടുക്കിയായിരുന്നു. അവർക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഇത് കാണുമ്പോഴാണ് ഈ സങ്കടം പൂർത്തീകരിച്ചില്ലല്ലോ. എന്നാലും ഇതൊരു ഫ്രണ്ടായിരുന്നു വരച്ചു കൊടുക്കാൻ തുടങ്ങിയത്. നല്ലത് മുഖം നോക്കി പെട്ടെന്ന് പെട്ടെന്ന് വരയ്ക്കില്ലെങ്കിൽ പൂർത്തിയായില്ലെങ്കിൽ ഫ്രണ്ടിനെ പെട്ടെന്ന് വരച്ചതുണ്ടോ? ഇങ്ങനെയുള്ള കഴിവ് എല്ലാ രീതിയിലും ഒരു ഫ്രണ്ടാ. അങ്ങനെ അവർക്ക് വരച്ച് പെട്ടെന്ന് കൊടുക്കും. എല്ലാവരോടും കരുണ കാണിക്കുകയും എല്ലാം ചെയ്യുന്ന മോളായിരുന്നു. അതുകൊണ്ട് അവളെ എല്ലാവരും ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. പള്ളിയിൽ ചെന്നാൽ തന്നെ എല്ലാവരും ഈ ഫോട്ടോ ഇത് തന്നെ അതിന്റെ ഉദാഹരണമാണ്. നിറച്ച് അവളെ ഉള്ളൂ, അഖിലേ ഉള്ളു ഈ വീട് മുഴുവൻ. പള്ളിയിൽ ചെന്നാലും എല്ലാം അവളവിടെ ആയിരുന്നു. അവളോട് സ്നേഹം, ഇന്നും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും അവളെ സ്നേഹിക്കുന്നവരും. ഒരു ദിവസമെങ്കിലും ആ കല്ലറയിൽ ഒരാൾ വരാതെ പോകത്തില്ല. സാമൂഹ്യ പ്രവർത്തനത്തിലും കലയിലും ഒക്കെ മുന്നിലായിരുന്നു. തീർച്ചയായിട്ടും അവൾ എല്ലാ കുട്ടികളെയും പോലെയല്ല. വീട്ടിലെ ഒരു നിമിഷം പോലും ഫുഡ് കഴിച്ചില്ലെങ്കിലും അടങ്ങിയിരിക്കത്തില്ല. മറ്റുള്ളവരെ സഹായിക്കാന്നുള്ളത് തീർച്ചയായിട്ടും മിടുക്കിയായിരുന്നു. അയാള് കൊടുക്കാൻ ഒരുപാട് മനസ്സുള്ളവളും അയാൾ കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് കൊടുപ്പിക്കുന്ന ആളുമായിരുന്നു. ഈ നഷ്ടം എങ്ങനെ സഹിക്കുന്നു? ഈ നഷ്ടം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങളെ അവള് ചേർത്ത് നിർത്താനാണ് ഞങ്ങൾക്ക് മോക്ക് പണിത കല്ലറയിൽ ഞങ്ങൾ QR കോഡ് ചെയ്ത് ഞങ്ങളെങ്ങനെ അവളെ ചേർത്ത് നിർത്തിയത്. അത് ഞങ്ങൾക്ക് വർഷം തോറും അത് വീണ്ടും അത് പുതുക്കി അവളുടെ എല്ലാ ഓർമ്മകളും അവൾക്ക് ചെയ്യാൻ പറ്റും. അവളുടെ സാന്നിധ്യം അങ്ങനെ ഞങ്ങൾ അനുഭവിക്കും. പിന്നെ കുഞ്ഞുങ്ങൾ ഒരിക്കലും മറക്കത്തില്ല അവളുള്ള സ്നേഹം. അവൾ അത്ര സ്നേഹനിധിയായിരുന്നു ഞങ്ങൾക്ക്. ഓരോ വർഷം ഓർമ്മ പുതുക്കി കൂടുതലായിട്ട് അവൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അവളുടെ ഓർമ്മകളിലൂടെ നിങ്ങൾ നടപ്പിലാക്കും. തീർച്ചയായിട്ടും നടപ്പിലാക്കും. അവളുടെ ആഗ്രഹം ഒരുപാട് പേരെ സഹായിക്കണമെന്നുള്ളതായിരുന്നു. അവളുടെ ആഗ്രഹം മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്നുള്ളതായിരുന്നു. അത് നമുക്ക് വാചകങ്ങളിലൂടെ എല്ലാ പ്രവർത്തനങ്ങളിലൂടെ കാട്ടിത്തന്നവൾ. അവള് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പിരിവിന് ടീച്ചേഴ്സ് കൊടുക്കുമ്പം ഏറ്റവും മുമ്പേ എല്ലാ വീടുകളിലും പോയി തിരിച്ച് ഒന്നാമതായിട്ട് കൊണ്ടു കൊടുക്കുന്ന ആളായിരുന്നു അവള്. എല്ലാ ചാരിറ്റി പ്രവർത്തനത്തിനും എല്ലാം ഇഷ്ടമുള്ള ആളായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്കത് കാണിച്ചു തന്ന ആളാണ്. അത് പറഞ്ഞതല്ല, കാണിച്ചു തന്ന ആളാണ്. അയാളിങ്ങനെ പെട്ടെന്നിങ്ങനെ പോകുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. അങ്ങനെ നികത്താനാവാത്തൊരു നഷ്ടമാണ്. അയാൾ ഞങ്ങളെ ചേർത്ത് തീർത്തത്. ഞങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ മറഞ്ഞു പോയി എന്ന് വിശ്വസിക്കാൻ നമ്മളിപ്പോഴും ചിന്തിക്കുന്നില്ല. തീർച്ചയായിട്ടും അവൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങളുടെ ഓരോ പ്രവർത്തനം അത് അവളുടെ സാമീപ്യമാണ് ഞങ്ങളുടെ പ്രവർത്തനം.